ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. വീഡിയോ ഇടാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു. പിന്നെ വാച്ചിങ് ഓവർ കുറഞ്ഞു പോവുകയാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യത്തെ ടിപ്പ് നോക്കാം. ഗ്ലൗസ് വെച്ചുള്ള ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ തങ്ങണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ബ്രഷ് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോരുത്തരും ബ്രഷ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അവരുടെ ഓരോരുത്തരെയും ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരുന്നോളൂ. ഇത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്ന് വെച്ചുള്ള ടിപ്പ് നോക്കുക. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ പിന്നെ നമ്മളിങ്ങനെ കുത്തേണ്ട വരില്ലേ, ഇങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ നൂത്തണമെങ്കിൽ ഭയങ്കര കയറ്റി വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ഇതുപോലത്തെ ഒരു സോപ്പൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം എടുത്ത് വെച്ചേക്കണം. പിന്നെ ഈ സോപ്പിലോട്ട് ഒന്ന് കുത്തിയിട്ട് എന്ത് കട്ടിയുള്ളതായാലും നമുക്ക് നിസ്സാരമായിട്ട് കുത്തിയെടുക്കാൻ പറ്റും. കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ പിന്നെ കയറുന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ പാൻറ് വെച്ചുള്ള ടിപ്പാണ്. കണ്ടോ, നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. ധൃതി പിടിച്ച് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ പാൻറ്റിൻ്റെ ഈ ചരടൊക്കെ ഇങ്ങനെ കയറി പോകുന്നു. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാം പിന്നി വെച്ചാണ് നമ്മൾ വള്ളിയൊക്കെ ശരിയാക്കണേ. ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു പേന ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു പേന എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ പാൻറ്റിൻ്റെ ചരട് ഇത്തിരി അങ്ങേറ്റ് വയ്ക്കാം. ഇനി നമുക്ക് ഈ പേനയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നൊക്കെ വെച്ച് ഒത്തിരി താമസമല്ലേ, നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഇങ്ങനെ നമുക്ക് വരാറില്ല. അപ്പോൾ പിന്നൊക്കെ വെച്ച് നമ്മളിങ്ങനെ കയറ്റി കൊടുത്തിട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. പിന്നെ നമ്മളത് മാറ്റിയിട്ട് വേറെ വസ്ത്രം ധരിക്കേണ്ട അവസ്ഥ വരും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് നമ്മളിങ്ങനെ പേന വെച്ച് നമ്മൾ ഈ ചരടെടുത്തു. ഇനി നമുക്ക് ഇങ്ങനെ കയറി പോയാൽ തന്നെ പിന്നിൻ്റെ ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു പേന ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ കയറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം തന്നെ ധരിക്കാനും പറ്റും. പുളി വെച്ചുള്ള ടിപ്പ് നോക്കാം. നമ്മൾ വാളംപുളിയൊക്കെ സൂക്ഷിക്കുമ്പോൾ ഈ മഴ സമയത്ത് ഈർപ്പമൊക്കെ തട്ടി നശിച്ചു പോകാതിരിക്കാൻ പറ്റും. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ശരിക്കും തിരുമിയൊക്കെ എടുത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ചേക്കണം. എന്നാലും കുറേ നാൾ ഇരിക്കണമെങ്കിൽ നമുക്കൊരു ടിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് വേണ്ടി വേണ്ടത് വറ്റൽമുളകാണ്. മുളകിൻ്റെ സീഡാണ് വേണ്ടത്. ഒരു 3-4 വറ്റൽമുളകിൻ്റെ സീഡ് നമുക്ക് ഇതിലൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഇട്ട് വെച്ചിരുന്ന എത്ര വർഷം വേണമെങ്കിലും കേടാവാതെ ഇരുന്നോളൂ. നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം. പപ്പടം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് 5-6 പപ്പടം ഇന്ന് കാച്ചെടുക്കാം. ഞാൻ പപ്പടമൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം നേരത്തെ കാച്ചിയതും ഇവിടെ ഉണ്ട്, അതും നമുക്ക് എടുക്കാം. പപ്പടം കാച്ചിൻ്റെ ബാലൻസുള്ള കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഓയിലേ ഉള്ളൂ. അതിലോട്ട് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പീസ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വാളംപുളിയും കൂടെ നെല്ലിക്ക വലുപ്പത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
അതിനു മുമ്പ് കൈവശം കറിവേപ്പില ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തോളൂ. എൻ്റെ കൈവശം ഇപ്പോൾ കറിവേപ്പില എടുത്തതില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെറിയ തോതിൽ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നല്ലോണം മിക്സിയിൽ പൊടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കാച്ചിയതിൻ്റെ ബാലൻസ് ഉള്ള പപ്പടമൊക്കെ നമ്മൾ ഉലുവ സൂക്ഷിക്കുന്ന പാത്രത്തിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ കാച്ചിയാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിക്കൊള്ളും, തണുത്തൊന്നും പോകത്തില്ല. ഇതേ ഉലുവയുടെ പാത്രത്തിലൂടെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. പേരിന് മാത്രം ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് എത്രയാണോ പപ്പടം നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കിയ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു അളവിലാണ് തയ്യാറാക്കിയത്. തേങ്ങ എങ്ങനെ ഫ്രഷായിട്ട് സൂക്ഷിക്കാം എന്നുള്ള ടിപ്പ് നോക്കാം. നമ്മൾ തേങ്ങ പൊട്ടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഉണങ്ങി പോകുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടും. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ തടവി കൊടുത്താൽ മതി. കുറച്ച് മാത്രം എടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന സമയത്ത് ഉപ്പൊന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതിയാകും. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ അടുപ്പ് പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എത്ര ദിവസം വേണമെങ്കിലും ആ ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.